ഇന്നലെ വിരിഞ്ഞ ഒരു അടിപൊളി ഡാലിയ കാണിച്ചു തരാം. ഇതാ നല്ല വെള്ള പൂവാട്ടോ, അത്യാവശ്യം നല്ല വലുപ്പമുള്ള പൂവാണ്. കറക്റ്റ് നടുക്കുണ്ടായതുകൊണ്ട് പെട്ടെന്നൊന്നും അങ്ങനെ ഒടിഞ്ഞു പോലെ. സൈഡിലൊക്കെയാണ് പൂ വരുന്നെങ്കിൽ ഒടിഞ്ഞു പോകും. നല്ല സൂപ്പർ പൂ, എന്താ നോക്ക്, നല്ല ഭംഗിയുണ്ട് കാണാൻ. എല്ലാവരും ഇതിലോട്ടപ്പം നോക്കുന്നത്, ഇതിങ്ങനെ വിരിഞ്ഞിരിക്കുന്നതാണ്. ഇത് അങ്ങോട്ട് നോക്ക്, വേറെയും പൂക്കളുണ്ട്. ഇതൊക്കെ മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചതാണ് ഡാലിയ. അപ്പോൾ കുറേ ആൾ ഇതിന്റെ കമ്പ് തരുമെന്നോ പിന്നെ ഇതിന്റെ കിഴങ്ങ് തരുമോ ഒക്കെ ചോദിച്ചിരുന്നു. അപ്പം ഒന്ന് നമ്മൾ സെറ്റാക്കി എടുക്കുന്നുള്ളൂ. ഇനി നമ്മൾ മാറ്റുന്ന സമയത്ത് വേണമെങ്കിൽ കമ്പും കിഴങ്ങൊക്കെ നോക്കാം. ഇതൊക്കെ നട്ട് നോക്കി എന്തിനാണ്. പഴയ ബക്കറ്റുകൾ എടുത്തുകൊണ്ടിരും. നമ്മൾ ആടിനും പശുവിനൊക്കെ വെള്ളം എടുത്തുകൊണ്ടിരാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന പഴയ ബക്കറ്റാണ്. ഇത് അലുമിനിയം ബക്കറ്റാണ്. അപ്പുറത്തൊക്കെ ഫൈബറിന്റെ ഒക്കെ ബക്കറ്റ് ഉണ്ട്. അതൊക്കെ ഇങ്ങനെ പൊട്ടുന്ന സമയത്ത് ലീക്കാകുന്ന സമയത്തൊക്കെ എടുത്തു കൊടുത്തിട്ട് അതിൽ മണ്ണ് നിറച്ചിട്ട് ചെയ്യുന്ന ഓരോ പണികളാണിത്. പക്ഷെ നല്ല ഭംഗിയാണ്. ഇങ്ങനെ ഇരിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഒക്കെ ഒരു രസം നമുക്ക് കാണാം. അങ്ങനെ അടിപൊളിയാക്കി ഉണ്ടാക്കും ഡാലിയൊക്കെ. ഇതൊക്കെ ഓരോ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ചെറിയ കമ്പൊക്കെ വാങ്ങിക്കൊടുക്കും. ഇതൊക്കെ കമ്പ് കുത്തിയതാട്ടോ. കമ്പ് പറഞ്ഞാൽ ഇതിന്റെ തലപ്പ് നുള്ളു, ഇങ്ങനത്തെ തലപ്പ് നുള്ളി കുത്തുന്നതാണ് ഉണ്ടാവും. അപ്പം ഓരോരുത്തർ ഇത് പറ്റും. ഇങ്ങനത്താണ് നമ്മൾ നട്ടു കൊടുക്കുക. കിഴങ്ങിനെക്കാട്ടി സ്പീഡിൽ നനച്ചൊക്കെ കൊടുത്താൽ ഇത് പിടിച്ചു കിട്ടും. ഇന്നത്തെ നമ്മളെ വീഡിയോ ഇതല്ല, അപ്പം ഇത് കാണിച്ചാട്ടോ. ഇങ്ങനെ അടിപൊളി പൂ വന്നപ്പോഴേ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇതാണ്. ഇവിടെ കൊണ്ടുവച്ചാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ആ വെയിലത്തായിരുന്നു. ഇത് ഇപ്പോഴും വെയിലത്താണുള്ളത്. നമ്മളെ കറ്റാർവാഴകളാണിത്. ഇഷ്ടംപോലെ കറ്റാർവാഴ ഉണ്ടായിരുന്നു. പക്ഷെ ഇനി നോക്കിയില്ലെങ്കിൽ ഒരു കറ്റാർവാഴ നമുക്ക് കിട്ടില്ല. കാരണം രക്തത്തിനൊരു മഞ്ഞളിപ്പൊക്കെ വന്നിട്ട് കറ്റാർവാഴക്ക് ഓവർ വെയിലും പറ്റൂല. പിന്നെ നമ്മളിതൊന്നും ക്ലിയർ ആക്കിയിട്ടില്ലെങ്കിൽ പോയിപ്പോവും. ഇതിലൊക്കെ കണ്ട് ഇഷ്ടംപോലെ ചെറിയതുണ്ട്. ഇതൊക്കെ നമുക്ക് പിരിച്ചിട്ട് നല്ല സെറ്റാക്കി നട്ടു കൊടുക്കണം. അപ്പുറത്ത് കണ്ട് ഇതൊരു ബക്കറ്റിലാണ്, പഴയ ബക്കറ്റിലാണ്. അതുപോലെ ബേസണിലും ഉണ്ട്. ബേസണിലൊക്കെ കള കയറിയിട്ടുണ്ട്. ഇനി നോക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ആവശ്യമുള്ളൊരു സാധനമാണ് കറ്റാർവാഴ. അതിലൊക്കെ ഉണ്ടോ, ഇതൊക്കെ ഇതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഇതിലുള്ള പറിച്ചെടുക്കണം കേട്ടോ. അത് കുറച്ച് പണിയാ. ബേസൺ അവിടെ വരെ എടുത്തുകൊണ്ടാ, നല്ല വെയിറ്റ് ഉണ്ട്. ഇതൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ട് പിരിച്ച് നടലാണ് പണി. പുതിയതായി നട്ടു കൊടുക്കില്ല. ഇതിലുള്ളത് നോക്കിയിട്ടില്ലെങ്കിൽ പോവും. അതുകൊണ്ട് ഒക്കെ നട്ടു കൊടുക്കുക. തണലിനോടത്ത് പോകാൻ നല്ല വെയിലാണ്. മഞ്ഞളൊക്കെ ഉണങ്ങി സെറ്റായി വരുന്നുണ്ട്. അറിയില്ലേ, മഞ്ഞൾ ഉണങ്ങി കഴിഞ്ഞാൽ കൂണ് കറി വെച്ചാൽ അത് കുറഞ്ഞു വരികയാണ്. പെറുക്ക് കാപ്പിയാട്ടത്. പരിപ്പ് വവ്വാലും മെരും ഒക്കെ ഇങ്ങനെ കാപ്പി കഴിച്ചിട്ട് താഴെ ഇടുന്ന പരിപ്പുകളാണ്. പെറുക്ക് കാപ്പി. നല്ല വെയിലാട്ടോ 2 ദിവസമായിട്ട്. ഇന്നലെ ഇന്നൊക്കെ എന്താ പറയുക, റെക്കോർഡ് വെയിലാണ്. അപ്പോൾ പണികളൊക്കെ എടുക്കണമെങ്കിൽ കുറച്ച് തണുപ്പുള്ള സ്ഥലത്ത് വരണം. പിന്നെ ഒരു ആശ്വാസം, നമ്മൾ നോമ്പ് കഴിഞ്ഞ് പ്രാവശ്യം നമുക്ക് 29 നോമ്പ് കിട്ടി. ഇന്നലെ പെരുന്നാളൊക്കെ ആയിരുന്നു. ഇപ്പോൾ നോമ്പ് കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ട് വേനൽ തുടങ്ങിയപ്പോഴത്തേക്ക് നോമ്പ് കഴിഞ്ഞ് വരയ്ക്കാൻ നന്നായി. മറ്റേ ഒരു പണി നടക്കില്ല, അത്രയും ക്ഷീണമായിരിക്കും. അങ്ങോട്ട് റെഡിയായി വരുന്നുള്ളൂ. ഇന്നലൊക്കെ ഈ സമയത്തൊക്കെ നമ്മൾ പട്ടിണിയല്ല. ഇന്നലെ മുതലല്ല നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഇനി സെറ്റായി വരണം. മറ്റേ നമുക്ക് വേഗം പറിച്ചിട്ട് വരാം. കള മാറ്റിയപ്പോൾ സംഭവം മുകളിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ കൊണ്ട് പറിച്ചെടുക്കുക എളുപ്പത്തിൽ. ഇതിൻ്റെ ഒരു വേര് മാത്രമേ ഒരു കണ്ട ഉണ്ടാവും. അങ്ങനെ കണ്ടില്ലേ, അതൊക്കെ ശരിക്കും മുകളിലോട്ട് വന്ന് ഇനിയൊക്കെ മണ്ണൊക്കെ എടുത്ത് സെറ്റാക്കി കൊടുത്താലേ അത് കയറി വന്നു. ഇതാണ് ഇതിത്തെ വലുത്. ഇതൊക്കെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചാണല്ലേ, ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട്. കഷ്ണങ്ങളല്ല, വേര് പിടിച്ചതൊക്കെ. ചെറുത് നോക്ക്. അങ്ങോട്ട് പോവാ. ഇങ്ങനെയൊന്നല്ല, കറ്റാർവാഴ നല്ല വലുപ്പുണ്ടാവും. ഇതൊക്കെ കരിത്ത് പോയിട്ടോ. ഇനി നമ്മൾ മാറ്റി നട്ട് കഴിഞ്ഞാൽ ഓരോരോ കൂട്ടം വരുമ്പോൾ നല്ല സെറ്റായി കിട്ടും. ഓ, തണുപ്പിൽ വന്നപ്പോ ഒരു സുഖം. ഇവിടെ വെക്കട്ടെ. ബക്കറ്റിലുള്ളത് കിട്ടുന്നുണ്ട്. കുറച്ച് നമ്മൾ നിലത്ത് നട്ടുണ്ട്. അത് റെയിൻ ഷെൽട്ടറിൻ്റെ ഉള്ളിലാണ്. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. അവിടെ പിന്നെ ഇടയ്ക്ക് നനച്ചൊക്കെ കൊടുക്കുന്നതുകൊണ്ടും അധികം വെയിലടിക്കൂലല്ലോ. ചൂടുണ്ടെങ്കിലും വെയിലങ്ങനെ തട്ടാത്തതുകൊണ്ട് അത് സെറ്റാണ്. അതാ എത്ര ആളുകളാണ് കറ്റാർവാഴ നമ്മളോട് ചോദിക്കില്ല. അപ്പം ഇങ്ങനെ ആകുന്ന സമയത്ത് നമ്മൾ പിരിച്ചു കൊടുക്കണ്ടേ. ഇപ്പൊ കുറച്ചായിട്ട് നമ്മുടെ തന്നെ ഇങ്ങനെ ആയതുകൊണ്ട് ഇനി റെഡി ആക്കിയിട്ട് വേണം എല്ലാവർക്കും കൊടുക്കാനൊക്കെ. ചോദിച്ചു വരും. എല്ലാവർക്കും പെട്ടെന്ന് ആവശ്യം വരുമ്പോഴാണ് കറ്റാർവാഴ തരിക എണ്ണ കാച്ചാന്. ഞങ്ങളിവിടെ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ആടിനും പശുവിനൊക്കെ അകിടി വീക്കും അകിടി നീരൊക്കെ വന്നാൽ ചവിട്ടിപ്പോയി ഏറ്റവും നല്ല സാധനമാണ് കറ്റാർവാഴ. പെട്ടെന്ന് മാറും. നമ്മൾ പച്ചമഞ്ഞൾ അല്ലെങ്കിൽ മഞ്ഞൾ പൊടി എടുത്താലും മതി. മഞ്ഞൾപ്പൊടിയും കറ്റാർവാഴൻ്റെ ഉള്ളിലത്തെ ആ ജെല്ലും
ചുണ്ണാമ്പും കൂടെ ചേർത്തിട്ട് തേച്ച് കൊടുത്താൽ ആടിനൊക്കെ ശരിക്കും അകിടിയൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. പിന്നെ അകിടിയിലെ നീരൊക്കെ വന്നാൽ പെട്ടെന്ന് പോകും. തുടക്കത്തിലൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല മരുന്നാണ്. ഈ തണുപ്പ് കിട്ടുമ്പോഴേ നല്ല അകിട് വീക്കം വളരെ കുറഞ്ഞിട്ടുണ്ട്. അതാണ് ഞങ്ങൾക്ക് എപ്പോഴും ആവശ്യമാണെന്ന് പറഞ്ഞത്. അപ്പോൾ അതെ ഈ ചട്ടിയിലൊക്കെയാണ് നമ്മൾ നട്ടു കൊടുക്കുന്നത്. നമ്മളെപ്പോഴും കാണിക്കുന്ന പോലെ തന്നെ ഒരു ചട്ടി കാണിച്ചു തരാം, പിന്നെ നമുക്ക് വേഗം നിറയ്ക്കാം കേട്ടോ. കരിയിലുണ്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഇതിലൊക്കെ ബ്രൊക്കോളിയൊക്കെ നട്ട ചട്ടിയാണ്. അപ്പോൾ അതൊക്കെ വിളവെടുത്ത് കഴിഞ്ഞ് മണ്ണ് നേരെ കൊട്ടി ഒഴിവാക്കി ആ ഓടും കഷ്ണം മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കരിയിലിട്ട് കൊടുക്കുക, കുറേ കരിയിലൊന്നും വേണ്ട, ഈ ഒരു ലെവലിൽ കരിയിലിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ നിറയ്ക്കാനുള്ളത് എപ്പോഴും ഇവിടെ മിക്സ് ആക്കി വെക്കും. ഓക്കെ, ഇനി അങ്ങോട്ട് ഇഷ്ടം പോലെ ചട്ടികൾ നിറയ്ക്കാനുള്ളത് ആദ്യത്തെ ഒക്കെ ഒഴിവാക്കി അടുത്ത സെറ്റാക്കാനുള്ള സമയമായി. ഇതിലൊക്കെ ഇപ്രാവശ്യം മണലും ചകിരിച്ചോറൊക്കെ കൂടുതലിട്ടുണ്ട്. മണ്ണുണ്ട്, മണ്ണ് കുറവാണ്. മണ്ണിനെക്കാട്ടി കൂടുതൽ ഇട്ട് നമ്മൾ ചകിരിച്ചോറും മണലൊക്കെ കേട്ടോ. അതൊക്കെ തന്നെ മണ്ണാവും. അടുത്ത നമ്മൾ ചട്ടി കൊട്ടാനാകുമ്പോഴത്തേക്കും ഒക്കെ മണ്ണായി മാറും. ഇത്ര നിറച്ചിട്ടുണ്ട്. ഈ ഒരു ലെവലിൽ നമ്മൾ എല്ലാം ഇപ്പം നിറയ്ക്കുന്നത് കേട്ടോ. ഇങ്ങനെ നിറച്ചിട്ട് നമുക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് മുകളിലൂടെ മണ്ണിടണം. വേഗം ചട്ടികളൊക്കെ നിറയ്ക്കാം. നമ്മൾ ചട്ടിയിലൊക്കെ ഈ ഒരു ലെവലിലാട്ടോ നിറച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നടാനുള്ളതൊന്ന് റെഡിയാക്കാനുണ്ട്. ഇതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ വേഗം വെച്ച് കൊടുക്കാം. ചിലതിൻ്റെ ഒക്കെ ഈ അടിഭാഗം കണ്ടില്ല, ഇത്രയും നീട്ടത്തിലാണ് വേരുള്ളത്. കുറച്ച് കട്ട് ചെയ്തിട്ട് ഇത് ചട്ടിയിൽ ഒതുങ്ങൂല. കറ്റാർവാഴ അത് കുറെ ആളുകൾ മുഖത്ത് തേക്കാനൊക്കെ നല്ല ഗ്ലേസിങ് കിട്ടാനൊക്കെ ആയിട്ട് എല്ലാവരും ഇത് ആ സമയത്തൊക്കെ അന്വേഷിക്കുക എവിടെയും കിട്ടുക വെച്ചിട്ട്. ശരിക്കും എല്ലാവർക്കും നട്ടാൽ ഇങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ. പിന്നെ പൊള്ളി കഴിഞ്ഞാലൊക്കെ ഇതിൻ്റെ ആ ജെല്ലുണ്ടല്ലോ അത് കറക്റ്റ് ആക്കി വെച്ചാൽ ഇങ്ങനെ ആ മുടിയിൽ പിന്നെ കാച്ചിന്ന എണ്ണയിലൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. പൊള്ളിയ സമയത്തൊക്കെ കറക്റ്റ് നമ്മൾ കോഴി നെയ്യൊക്കെ തേക്കുന്ന പോലെ ഇതിൻ്റെ ജെല്ലാക്കി വെച്ചാൽ നമ്മളെ പൊള്ളം വരാതൊക്കെ റെഡി ആവട്ടെ, പെട്ടെന്ന് സെറ്റാവും. ഇതൊക്കെ നല്ലതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇങ്ങനത്തെ ആക്കിയിട്ട് റെഡിയാക്കി എടുക്കണം. ചെറുതിലൊക്കെ നമ്മൾ ഈ പഴയ വലുതുണ്ടല്ലോ, ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് കട്ട് ചെയ്യാം, പുതിയ വേരെന്തായാലും വരും. ഇനി വാടി വന്നതൊക്കെ ഒഴിവാക്കാം. എന്നാലും കുഞ്ഞോളെ എണ്ണ കാച്ചിക്കോ, കുറെ ഇങ്ങനത്തെ ഒഴിവാക്കുന്നുണ്ട്. വലുത് വരുമ്പോൾ ഇതാ ഇത്രക്കൊന്നും കിട്ടണ്ടേ. എന്തായാലും ചട്ടിയിൽ ഒതുങ്ങൂല. എന്തായാലും പുതിയ വേര് പെട്ടെന്ന് വരും കേട്ടോ. നല്ല തണുപ്പുള്ള സ്ഥലത്തൊക്കെ വെച്ച് നനച്ചൊക്കെ കൊടുത്താൽ സെറ്റ് ആവേണ്ടതാ. നമ്മൾ ഇത്രയും വെച്ചെടുത്ത് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ആക്കി എടുത്താൽ ശരിക്കും വിൽക്കാൻ കൊണ്ടിരുന്ന ഒരു വേരും കാര്യമൊന്നും ഉണ്ടല്ലോ, കുറേ ഇങ്ങനെ അട്ടി വെച്ചാണ് റോഡ് സൈഡിലൊക്കെ. എന്നിട്ട് അതൊക്കെ പിടിച്ചു കിട്ടും. അതൊക്കെ കുറച്ച് കൂടുതലാ. അതാണ് വളഞ്ഞിട്ട് ഇത്ര ചെറിയല്ലേ ഇവിടെ നിന്നിട്ടല്ലേ. ഇവിടെ വേര് വരും, പുതിയ വേരെന്തായാലും ഇവിടെയൊക്കെ വേര് പൊട്ടുന്നുണ്ട്. ഇങ്ങനെ കയറി വരുന്നതനുസരിച്ച് വേര് മുകളിലോട്ടാവുക. ഇതിനൊക്കെ ഇടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുത്ത് തിരിച്ചൊക്കെ നട്ടാലാണ്. ഇപ്പൊ റിസോർട്ടുകളൊക്കെ കാണണം, നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ കയറുന്ന സ്ഥലത്ത് തന്നെ അവർ ഷോയും പിന്നെ ഇത് ആവശ്യം കേട്ടോ. വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാനും കാര്യങ്ങളും പിന്നെ കുറെ ആളുകൾ വാങ്ങിക്കുകയൊക്കെ ചെയ്യും. ഇതൊക്കെ കവറിലും കൂടുതലൊക്കെ ആക്കി വെച്ചു കൊടുത്താൽ ആവശ്യക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കുറച്ച് വലുതാ, ചെറിയൊരു മുള്ളു പോലെ ഉണ്ടാവും കേട്ടോ. കറ്റാർവാഴൻ്റെ വലിയ കുത്തൊന്നുമില്ല, സോഫ്റ്റ് മുള്ളാണ്. ഇങ്ങനെ വെച്ചിട്ട് ഇട്ട് കൊടുക്കാം അല്ലേ. ഇത് ഒഴിവാക്കിയിട്ടുണ്ട്, വേര് വരുന്നുണ്ട്. ഇതാ ക്ലീനിങ് കഴിഞ്ഞതാ, ഇത് എടുത്ത് മാറ്റി വെച്ചോ. 2 ദിവസം മുന്നേ ആട് പ്രസവിച്ചപ്പോൾ അകിട് വീക്കല്ല, നല്ല നീരുണ്ടായിരുന്നു. ഇത് തേച്ചെടുത്തപ്പം നല്ല സെറ്റ് ആയിട്ടുണ്ട്. വേഗം വലിയും, നീര് വലിയാനും തണുപ്പ് കിട്ടാനും. ഇത്രയും നല്ല സാധനം വേറില്ല. നമ്മൾ ഈ വെയിലത്തൊക്കെ നിൽക്കുന്നുണ്ട്, തണുപ്പ് കയറുമ്പോഴൊക്കെ ഇതുകൂടി തേച്ചാൽ മതി. മറ്റേ നമ്മൾക്ക് ഇങ്ങനെ കരിവാളിപ്പും കാര്യങ്ങളൊക്കെ പോയി കിട്ടും. പിന്നെ നട്ട് കൊടുക്കാം, തണുപ്പിലെടുത്ത് കൊടുക്കാം. ഇതുപോലെ അങ്ങോട്ട് എടുത്തിട്ട്
കുറച്ച് നമ്മൾ മണ്ണ് താത്തിയല്ലോ ഇട്ടത്, സെൻട്രലാക്കി വെച്ചു കൊടുക്കാം. എന്തായാലും ഇതിങ്ങനെ ചെയ്യും. എത്ര മതി? ഇനി നമുക്കൊന്ന് റെഡി ആയിട്ട് ഒന്ന് നനച്ചു കൊടുക്കാനൊക്കെ ഉള്ളല്ലോ. അപ്പം എന്തായാലും ഇത് ഇരിക്കും. അപ്പോൾ കുറച്ചും കൂടെ വെക്കുമ്പോൾ എപ്പോഴും ചട്ടിയിലും ഗ്രോ ബാഗിലൊക്കെ നനച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇരിക്കും. എന്നിട്ട് മതി ബാക്കി ഇട്ട് കൊടുക്കലൊക്കെ. മുകളിൽ നമുക്ക് ഇനിയിപ്പോൾ വെയിലൊക്കെ അല്ലേ, അപ്പോൾ നല്ലതാ ചകിരിച്ചോറ് കുറച്ചിങ്ങനെ ഇട്ട് കൊടുത്താൽ നനച്ചു കൊടുക്കുന്ന ആ തണുപ്പും പിടിച്ചു കിട്ടാനൊക്കെ എളുപ്പമാവും. എല്ലാം നമ്മൾ നട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി ഇത് വെക്കുന്നത് അധികം വെയിലുള്ള സ്ഥലത്ത് വെക്കരുത്. കുറച്ച് വെയിൽ വേണം, എന്നാലും കുറച്ച് തണുപ്പുള്ള ഭാഗത്ത് വെച്ചാലേ പിടിച്ചു കിട്ടാനും. വേനലിലൊക്കെ കറ്റാർവാഴ ഇതുപോലെ മഞ്ഞളിപ്പൊക്കെ വന്നിട്ട് വാടിപ്പോവും. നല്ല ചൂട് തട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ കരിച്ചിൽ വന്ന പോലെ ആവും. അത് വരാതെക്കാനൊക്കെ ശ്രദ്ധിക്കുക. അപ്പം എല്ലാവരും കറ്റാർവാഴ ഉള്ളവരൊക്കെ ഒന്ന് തണുപ്പുള്ള സ്ഥലത്തേക്ക് മാറ്റി വെച്ച് ഇതുപോലൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ തിരിച്ച് നട്ടിട്ട് കുറച്ച് കൂടുതൽ ഉണ്ടാക്കാൻ നോക്കുക. അത്രയും ഗുണങ്ങളുള്ള സാധനമാണ്. നമ്മളത് ഈ ആവശ്യം വരുമ്പോഴാണ് ശരിക്കും കറ്റാർവാഴനൊക്കെ നമ്മൾ അന്വേഷിച്ച് നടക്കുക. നമ്മളെ കയ്യിൽ ഒരു ചെടി ഒരൊറ്റ ചോട് ഉണ്ടായാൽ മതി. നമുക്ക് ഇതുപോലെ പെട്ടെന്ന് പൊള്ളൽ വന്നാലും മുഖത്ത് തേക്കാനും എണ്ണ കാച്ചാനും പിന്നെ ഞങ്ങൾക്കൊക്കെ ഈ ജീവികളൊക്കെ വളർത്തുന്നതുകൊണ്ട് എപ്പോഴും ഉപകാരമാണ്. അപ്പോൾ ചെയ്യാം, വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഈ വേഗത്തിൽ തണുപ്പുള്ള സ്ഥലത്തൊക്കെ എന്താ വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ വേണമെങ്കിൽ ഒരു വീഡിയോ കാണിച്ചതൊക്കെ ഒന്ന് പിടിച്ച് കിട്ടിയിട്ട് എന്തായാലും ചെറിയൊരു വാട്ടം വരും നമ്മൾ പിരിച്ച് നട്ടോണ്ടൊക്കെ. അത് നമ്മൾ നല്ല നോക്കി കഴിഞ്ഞാലൊക്കെ സെറ്റാക്കി എടുക്കാം.